8 വർഷം മുൻപ് ജൂലൈ 1 രാജ്യത്തെ നികുതി സംവിധാനം പൊളിച്ചടുക്കി കേന്ദ്ര സർക്കാർ GST നടപ്പാക്കിയത്. GST നടപ്പാക്കുന്നതിനെ അന്ന് എതിർത്ത രാജ്യസഭാ അംഗമായിരുന്ന KN ബാലഗോപാൽ GST കമ്മിറ്റിയിലെ അംഗമായിരുന്നു. 8ാം വാർഷികം ആഘോഷിക്കുമ്പോൾ KN ബാലഗോപാൽ ധനമന്ത്രിയാണ്. അതിനാൽ പ്രായോഗിക നിലപാടാണ്. അതിന്റെ ബാലാരിഷ്ടത കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അന്ന് ഈ GST സമ്പ്രദായത്തിന് ഡിസന്റ് കൊടുത്ത 2-3 പേരിൽ ഒരാളാണ് ഞാൻ. GST സമ്പ്രദായത്തിന്റെ പ്രായോഗിക പ്രശ്നമാണ് പറഞ്ഞത്. ആ പ്രായോഗിക പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാനുണ്ട് എന്നുള്ളതാണ്. GST സമ്പ്രദായം വേണ്ടെന്നല്ല, ഇപ്പൊ അതൊരു ഫാക്റ്റായി. GSTയോടുള്ള ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ എതിർപ്പ് വരുമാന വർധനയ്ക്ക് തടസ്സമായ പോരായ്മകളിലും വൈരുദ്ധ്യങ്ങളിലും മാത്രമാണ്. അതേസമയം കേന്ദ്ര സംസ്ഥാന GST വകുപ്പുകൾ മികച്ച ഏകോപനത്തിൽ പ്രവർത്തിക്കുകയാണെന്ന് ധനമന്ത്രി പ്രശംസിച്ചു. സെൻട്രൽ GST ഉദ്യോഗസ്ഥന്മാരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. സെൻട്രൽ GST ആൻഡ് സ്റ്റേറ്റ് GST there is a very good collaboration and cooperation between us. പെർഫോമിംഗ് ആർട്സ് കലാകാരന്മാരിൽ തിരുവനന്തപുരം മേഖലയിൽ ഏറ്റവും കൂടുതൽ GST അടയ്ക്കുന്നയാളാണ് നടൻ മോഹൻലാൽ. മികച്ച നികുതിദായകനുള്ള പുരസ്കാരവും മോഹൻലാലിന് സെൻട്രൽ GST സമ്മാനിച്ചു. GSTയിൽ ഇപ്പോൾ ആശങ്കയില്ലെന്ന് മോഹൻലാൽ. ഏതൊരു പുതിയ സംവിധാനത്തോടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എതിർപ്പും സന്ദേഹവും ഒക്കെ നമുക്കിടയിലും ഉണ്ടായി. എന്ത് ചെയ്യും എന്നൊരാശങ്ക സംസ്ഥാന ഭരണകൂടങ്ങൾക്കുണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്കെല്ലാം കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്കായി GST അടയ്ക്കുന്നതിൽ ആരും വീഴ്ച വരുത്തരുതെന്നും താൻ അതിന് പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. മികച്ച പ്രകടനം കാഴ്ചവെച്ച GST ഉദ്യോഗസ്ഥർക്കും മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ ധനമന്ത്രിയും മോഹൻലാലും വിതരണം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.